ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വെള്ളിയാഴ്ച മാർക്കറ്റിൽ റിലീഫ് റാലിയാണ് നമ്മൾ കണ്ടത് അല്ലേ? മാർക്കറ്റ് അത്ര താഴെ പോയതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരാഴ്ച മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. 21,798 എന്ന് പറയുന്ന ലെവൽ പ്രത്യേകം ശ്രദ്ധിക്കണം. സിംഗിൾ ലോ ആണെന്നുള്ള ലെവലാണ്. 21,798 മേളിൽ ക്ലോസ് ചെയ്യുവാണ് എങ്കിൽ നിഫ്റ്റിയുടെ സ്ട്രക്ചർ ഇൻടാക്റ്റ് ആണെന്ന്. ശരിക്കും വെള്ളിയാഴ്ച എന്താ സംഭവിച്ചത്? ലോ വന്നിട്ട് 21,813 വരെ പോയി. 21,798 ഞാൻ പറഞ്ഞത്. സോ 21,813 വരെ പോയി. ആ സോണിൽ എത്തിയതിന് ശേഷമാണ് ഡബിൾ ബോട്ടം സപ്പോർട്ട് അവിടെ നിന്ന് നിഫ്റ്റി വലിച്ചു കയറ്റിയത്. ശരിക്കും നിഫ്റ്റി അന്ന് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത് 22,128 നിഫ്റ്റി വെള്ളിയാഴ്ച കയറിയത് കൊണ്ട് നിഫ്റ്റിയെ വീണ്ടും തിരിച്ച് എന്താ പറയണ്ട ഒരു ബുൾ സോണിലായെന്ന് പറയാൻ സാധിക്കില്ല. കാര്യം വലിയൊരു കടമ്പ നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട്. ഈ കടമ്പ എന്ന് വെച്ചാൽ മൂവിങ് ആവറേജ് 50 ആണ്. EMA 50 കിടക്കുന്നത് 22,180 സോ നിഫ്റ്റി 22,180 മേളിൽ ക്ലോസ് ചെയ്യണം. നിഫ്റ്റി വീണ്ടും ഒരു ബുൾ സോണിലേക്ക് വന്നു എന്ന് പറയാനായിട്ട്. പക്ഷേ വെള്ളിയാഴ്ചത്തെ ക്യാൻഡലിലെ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ബ്യൂട്ടിഫുൾ ഹാമർ ക്യാൻഡലാണ് വന്നത്. ഈ ഹാമർ ക്യാൻഡലിൽ നല്ല വോളിയം ഉണ്ടായിരുന്നു. ഇത് രണ്ടും ബൈയിങ് ഇൻട്രസ്റ്റ് കാണിക്കുന്നത് സെലോൺ റൈസ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റിൽ നിന്നും നിഫ്റ്റി ബയോൺ ഡിപ്പിലേക്ക് മാറണമെങ്കിൽ EMA 50 മേളിൽ നിഫ്റ്റി ക്ലോസ് ചെയ്യണം. ഇതാണ് ഏറ്റവും വലിയ കാര്യം. അത് ഈ വരുന്ന ആഴ്ചകളിൽ ഇതൊക്കെ സംഭവിക്കുന്നു ചോദിച്ചാൽ മാർക്കറ്റ് സെറ്റിൽ ചെയ്യാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ എങ്ങനെ എസ്കലേറ്റ് ചെയ്യും എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. ആർക്കും അതിനെക്കുറിച്ച് പഠിക്കാൻ സാധിക്കത്തില്ല. സോഫാർ എസ്കലേറ്റ് ചെയ്യത്തില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് നമ്മളൊക്കെ. എൻ്റെ ഹെഡിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലേ, ഈ രണ്ട് സ്റ്റോക്കുകളിൽ വെള്ളിയാഴ്ച 207 കോടിയുടെ എന്താ പറയേണ്ട ബൈ നടന്നു എന്ന് പറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കണം. ബ്ലാക്ക് റോസ് എന്ന് പറയുന്ന US ബേസ്ഡ് അസറ്റ് മാനേജറാണ് വെള്ളിയാഴ്ച രണ്ട് സ്റ്റോക്ക് മേടിച്ചത്. രണ്ടും കൂടെ ടോട്ടൽ വാല്യൂ 207 കോടിയാണ്. ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷനാണ് മേടിച്ചത്. ഡയറക്റ്റ് മേടിച്ചല്ല, ത്രൂ ഇറ്റ്സ് അഫിലിയേറ്റ്സ് വഴി മേടിച്ചതാണ് ശരിക്കും. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം iShares ഗ്ലോബൽ ക്ലീൻ എനർജി ETF അത് അവരുടെ അഫിലിയേറ്റ്സ് ആണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 27.5 ലക്ഷം ഷെയറാണ് PTC ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി. PTC ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയുടെ സ്റ്റോക്സ് ആണ് അവർ മേടിച്ചത്. അതുപോലെ തന്നെ iShares ഗ്ലോബൽ ക്ലീൻ എനർജി എന്ന് പറയുന്ന ETF മേടിച്ചത് 38.67 ലക്ഷം സ്റ്റോക്കാണ്. അറ്റ് ആൻ ആവറേജ് പ്രൈസ് 217.53 മേടിച്ചത്. ടോട്ടൽ ട്രാൻസാക്ഷൻ വാല്യൂ വന്നിട്ട് 143.95 കോടിയാണ്. സോ PTC ഇന്ത്യ 2 ETF മേടിച്ചതിൻ്റെ ടോട്ടൽ വാല്യൂ 143.95 കോടിയാണ്. അതുപോലെ തന്നെ രണ്ടാമത് മേടിച്ചത് ബ്ലാക്ക് റോസ് രണ്ടാമത് മേടിച്ച കമ്പനി എന്ന് പറയുന്നത് ഇലക്ട്രോ സ്റ്റീൽ കാസ്റ്റിംഗ്സ് എന്നൊരു കമ്പനിയാണ്. സോ ഈ രണ്ടും കൂടെ ചേർത്തിട്ട് ടോട്ടൽ പർച്ചേസ് വന്നിട്ട് 207.30 കോടിയാണ് ടോട്ടൽ സംഭവിച്ചിരിക്കുന്നത്. സോ വെള്ളിയാഴ്ച തന്നെ നമുക്ക് കാണാൻ സാധിച്ചു BNP പാരിബാസ് ആർബിട്രേജ് 16.18 lakh സ്റ്റോക്സ് PTC ഇന്ത്യയുടെ വിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. PTC ഇന്ത്യയുടെ ടോട്ടൽ വാല്യൂ വന്നിട്ട് 143.95 കോടിയാണ്. അതുപോലെ തന്നെ ഇലക്ട്രോ സ്റ്റീൽ കാസ്റ്റിംഗ്സിൻ്റെ ടോട്ടൽ ബൈ വാല്യൂ വന്നിട്ട് 63.35 കോടിയാണ്. അടുത്ത നമ്മുടെ ഹെഡിങ് എന്ന് പറയുന്നത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് Q4 വാരിക്കൂട്ടിയ സ്മോൾ ക്യാപ്പുകൾ എന്തെല്ലാം. നമ്മൾ Q4 മാർക്കറ്റ് വലിയൊരു എന്താ പറയുക ഒരു ഹ്യൂജ് ഫ്ലക്ച്വേഷനിലേക്ക് നീങ്ങുന്നതാണ് നമ്മൾ Q4 കണ്ടത്. Q3 സ്റ്റെബിലിറ്റി മാർക്കറ്റ് കൊടുക്കാൻ സാധിച്ചില്ല Q4 പല കേസിലും. എങ്കിൽ പോലും നമ്മൾ ബേസിക്കലി എന്താ പറയണ്ടേ ഒരു സ്മോൾ ക്യാപ്സിലുള്ള വലിയൊരു കറക്ഷനാണ്. കാര്യം വല്ലാത്ത വാല്യുവേഷന് പോയതിന് ശേഷമാണ് കറക്ഷൻ വന്നത്. വാല്യുവേഷൻ സ്ട്രെച്ച് ആകുന്നതോറും കറക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ള കാര്യം നമുക്ക് മാർക്കറ്റിൽ എല്ലാവർക്കും അറിയാൻ സാധിക്കും. ഈ കറക്ഷൻ നേരത്തെ കണ്ടുപിടിക്കുകയും ആ കറക്ഷൻ കണ്ടുപിടിച്ചിട്ട് അത് നേരത്തെ ഇറങ്ങാൻ സാധിക്കുന്നതിലാണ് നമ്മുടെ സ്മാർട്ട്നെസ് ഉള്ളത്. സോ നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ ബൈ ചെയ്ത സ്റ്റോക്സാണ് മാർച്ച് ക്വാർട്ടറിൽ. ഒന്നാമത്തെ സ്റ്റോക്ക് JTL ഇൻഡസ്ട്രീസ് ആണ്. രണ്ടാമത്തെ സ്റ്റോക്ക് കുപ്പിഡാണ്. മൂന്നാമത്തെ സ്റ്റോക്ക് ഫിഷർ കെമിക്കാണ്. നാലാമത്തെ സ്റ്റോക്ക് ഗുജറാത്ത് ഇൻഡസ്ട്രി പവർ ആണ്. അഞ്ചാമത്തെ സ്റ്റോക്ക് അപ്പോളോ പൈപ്സ് ആണ്. ആറാമത്തെ സ്റ്റോക്ക് കാൻറ്റാബിൾ റീറ്റെയിൽ ഇന്ത്യ ആണ്. ഏഴാമത്തെ സ്റ്റോക്ക് കാമധേനു ആണ്. സിയോ ടെലിമാറ്റിക്സ് ആണ് അടുത്തത്. AGS ട്രാൻസാക്ട് ടെക്നോളജി ആണ് അടുത്ത സ്റ്റോക്ക്. ശിവാലി ക്രസാനാണ് അടുത്ത സ്റ്റോക്ക്. ഇതിലാണ് ഏറ്റവും കൂടുതൽ FIs ഇൻഫ്ലോസ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലോസ് വന്നതാണ് Q4 ഇത്രയും സ്റ്റോക്കുകളിൽ. സോ ഈ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവർ മേടിച്ചു വെച്ച് നമ്മൾ ചാടി മേടിക്കുന്നതിൽ കാര്യമൊന്നുമില്ല. കാര്യം ഒരുപക്ഷെ FPIs മേടിച്ച് 5 കൊല്ലത്തേക്കോ 10 കൊല്ലത്തേക്കോ എന്താണ് അവരുടെ പ്ലാൻ എന്ന് നമുക്കറിയില്ല. സോ അവരുടെ പ്ലാൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാത്ത കാലത്തോളം നമുക്കതിനകത്ത് ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പ്ലാൻസ് എന്താണെന്ന് നമുക്കറിയാൻ മേലത്തുകൊണ്ട് തന്നെ അവരെ നമ്മൾ ഫോളോ ചെയ്യുവാണെങ്കിൽ തീർച്ചയായും അവരുടെ പ്ലാൻസ് അറിഞ്ഞ് മാത്രമേ ഫോളോ ആവുള്ളൂ. അല്ലെങ്കിൽ മാർക്കറ്റ് വീണ്ടും പെട്ടോൾ നിങ്ങൾ ഇങ്ങനത്തെ സ്റ്റോക്കുകളൊക്കെ 1 മാസത്തേക്കോ 2 മാസത്തേക്കോ മേടിച്ചാൽ ചിലപ്പോൾ അവർ 5 ഇയേഴ്സിലേക്കോ 10 ഇയേഴ്സിലേക്കോ മേടിച്ചായിരിക്കും. നമുക്കറിയില്ല അവരുടെ പ്ലാൻ എന്താണെന്ന്. നമ്മളെപ്പോഴും നമ്മുടെ പ്ലാനിനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള മാർഗം.
അടുത്തത് ഇന്നത്തെ ബസ്സിംഗ് സ്റ്റോക്സ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ബസ്സിംഗ് സ്റ്റോക്സ് എന്ന് പറയുന്നത് ഒരിക്കലും റെക്കമെൻഡേഷൻ ആയിട്ട് നിങ്ങൾ എടുക്കാൻ പാടില്ല. മാർക്കറ്റിൽ ത്രൈവ് ചെയ്ത സ്റ്റോക്കുകളുടെ ഒരു ഡീറ്റെയിൽ എന്നുള്ള കൺസെപ്റ്റ് മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ. സോ ബേസിക്കലി ബസ്സിംഗ് സ്റ്റോക്സിൽ വരുന്ന കാറ്റഗറി ഇനോക്സ് വിൻഡ് ആണ്, സുവാരി ഇൻഡസ്ട്രീസ് ആണ്, ശക്തി പമ്പ്സ് ആണ്, നാഷണൽ അലുമിനിയം ആണ്, ഇലക്ട്രോ സ്റ്റീൽ കാസ്റ്റിംഗ്സ് ആണ് അടുത്ത.